ഉൾക്കടവ് കാരുടെ മരുതൂർക്കടവ് പാലത്തിൻ്റെ അപ്പുറമുള്ള തീപിക്കലിനാൾ റെസിഡൻസ് അസോസിയേഷൻ ഭാഗത്താണ്. ഇവിടെ ഞാൻ എത്താനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മകളും മരുമകനും മകളും മരുമകനും ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് ഒരു മാസമായിട്ട് ഇവിടെ താമസിക്കുന്ന വിവരം കിട്ടി. അപ്പോൾ മകൾ രാവിലെ എന്നെ വിളിച്ചിട്ട് അച്ഛനെ കാണണമെന്നൊക്കെ പറഞ്ഞു. കാണുന്നതനുസരിച്ച് ഞാനിവിടെ വന്നതാണ്. അപ്പോൾ ഇത് വലിയ തമാശയായിട്ട് തോന്നുകയാണ്. നമ്മുടെ NCSൻ്റെ ചില ലീലാവിനോദങ്ങൾ വെച്ച് എൻ്റെ കാലിൻ്റെ നിന്നും ഒക്കെ കാലിൻ്റെ അടപ്പും ഉപ്പാടും ഒന്നായിട്ട് ഈ കഥാപാത്രങ്ങളെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത് വെച്ചാൽ പോലീസ് പറഞ്ഞ് നോക്കി. രാവിലെ 9 മണിക്ക് വന്ന് ഞാൻ മരുതൂർക്കടവ് പാലത്തിൻ്റെ ഭാഗത്തുള്ള സഹാക്കളുടെ സഹായം തേടി, പിന്നെ BJP പ്രവർത്തകരുടെ സഹായം തേടി, മറ്റ് പൗരന്മാരുടെ സഹായം തേടി, പിന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് പറഞ്ഞ് അവരുടെ സഹായത്തോടെ പിന്നെ വളരെ തിരക്കിലാണ് കാര്യം. അമിത്ഷാ വരുന്നതിൻ്റെ തിരക്കിൽ പോലീസുകാർ എല്ലാ ഓഫീസേഴ്സ് എല്ലാം നിൽക്കുന്നതിന്, എന്നിട്ട് പോലും അവർ സൗഹൃദപരമായിട്ട് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം മാനുഷികതയുള്ള ആൾക്കാരാണല്ലോ മെജോറിറ്റിയുള്ള ആൾക്കാർ. അപ്പോൾ അവർ മാനുഷിക പ്രശ്നം എന്നുള്ള രീതിയിലാണ്. അവർക്ക് ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും ശരി, ഒരു അച്ഛനെ മകളെ തിരക്ക് നടക്കുകയാണ്, അപ്പോൾ അതൊന്ന് കണ്ടുപിടിച്ച് കൊടുത്തേക്കാത്ത രീതിയിൽ അവർ ശ്രമിച്ചു. ഒരു മനുഷ്യൻ നടന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഈ പാർട്ടികൾ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ വലിയ തമാശ എടുക്കുകയാണ്. ഈ പാർട്ടികൾ ചെയ്തതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവരെ തിരക്കി ബാബു സ്റ്റോഴ്സിന് സമീപമുണ്ടെന്ന് പിന്നെ അവിടുത്തെ ഒരു കുടുംബശ്രീയിലെ ഒരു പ്രവർത്തകൻ പറഞ്ഞനുസരിച്ച് ബാബു സ്റ്റോഴ്സിന് അവിടെ പോയി. ബാബു സ്റ്റോഴ്സിന് അവിടെ പോലീസ് വന്നപ്പോൾ അപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യത്തിന് നമ്മൾ ഈ സ്വഭാവമുള്ള പാട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഗൂർഖ സ്വഭാവമുള്ള കത്തി ഒരിക്കലും ചോര കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അന്വേഷണം ഇൻവെസ്റ്റിഗേറ്റ് ജേർണലിസ്റ്റിൻ്റെ ഭാഗമായിട്ടും അങ്ങനെ പൊതുവെ ഉള്ളൊരു ഡിറ്റക്റ്റീവ് നേച്ചറുള്ള മനുഷ്യനാണ്. ഡിറ്റക്റ്റീവ് നേച്ചർ അല്ല, അങ്ങനെയല്ല, ഒരു രസമാണ് ഇതൊക്കെ. അന്വേഷിക്കും കണ്ടെത്തി മുറ്റൂർ തുറക്കപ്പെടും. അല്ലെ പിന്നാണെങ്കിൽ ഞാനാണെങ്കിൽ മുറ്റൂർ തുറക്കപ്പെടും മാത്രമല്ല ചവിട്ടി പൊളിക്കുകയും കൂടെ ചെയ്യും. അപ്പോൾ അങ്ങനെ ചവിട്ടി പൊളിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ ഇനിയിപ്പോൾ അത് ചവിട്ടി പൊളിക്കുന്നൊന്നുമില്ല. ഏതായാലും ശ്രമങ്ങൾ ഉപേക്ഷിച്ച് വളരെ സംതൃപ്തരായിട്ടാണ്. നല്ലൊരു പിന്നെ വിനായക കാറ്ററിങ്ങിൽ അവിടുത്തെ ഒരാൾ മുടയായിട്ടൊക്കെ സംസാരിച്ചെങ്കിൽ പോലും അതൊന്നും നമ്പറൊന്നും തരാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സിറ്റി കമ്മീഷൻ പറഞ്ഞിട്ടാണ് നമ്പർ ആര് പറഞ്ഞാലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തെ ആളുകൾ പൊതുവെ അനവധാനതയും അലസതയൊക്കെ കാണിക്കും. അനവധാനതയെ ഉഴപ്പി തള്ളിക്കളി. കാര്യം ഇപ്പോൾ ഇതൊക്കെ ഇവരുടെ പേരിലോട്ട് വന്നു കഴിഞ്ഞാൽ അവസാനം ഇവരുടെ റെഫറൻസ് കോടതിയിലൊക്കെ വരേണ്ടി വരില്ല. അപ്പോൾ അതിൻ്റെ മെനക്കേടായിട്ട് ഇവർ തള്ളിക്കളി. അപ്പോൾ ഏത് തമാശ എന്ന് വെച്ചാൽ ഈ ഡാഷ് ബോർഡ് ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ ഇവരോളം കൂടെ ചേർന്ന പരിപാടി എന്ന് വെച്ചാൽ ഞാനവിടെ പിന്നെ ഈ ബാബു സ്റ്റോഴ്സിൻ്റെ അവിടെ ഇത് പോലീസ് വന്നു. അപ്പോൾ അത് ഭയങ്കര തിരക്കില്ല. കരമന പോലീസ് സ്റ്റേഷനിൽ അവർ ഭയങ്കര ടെൻഷൻ നിൽക്കുകയാണ്. എന്തായാലും ഇപ്പോൾ മോളെ കണ്ടില്ലാതെ വന്നതുകൊണ്ട് അതിൻ്റെ ഇടയിൽ അഭിഷേക് ഡിസ്കൗണ്ട് പോയിട്ട് അതൊക്കെ നിൽക്കുന്നൊരു ഭയങ്കര തിരക്കി വന്നു. എന്തുമായിരുന്നു പ്രശ്നം ഇന്ന കാര്യം. അപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു അവർക്ക് മനസ്സിലാവുന്നില്ല. അവസാനം ഞാൻ തന്നെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ നോക്കി. ലൊക്കേഷനിൽ അപ്പോൾ അങ്ങനെ പറ്റത്തില്ല. നമുക്ക് പിന്നെ ഈ നമ്മുടെ ഫോൺ ലൊക്കേഷനൊക്കെ പലയിടത്തും ആപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അങ്ങനെയൊന്നും പറ്റത്തില്ല. ടവർ ലൊക്കേഷൻ ട്രേസ് ചെയ്യണമെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ആർക്കെങ്കിലും അതോറിറ്റീസിന് മാത്രമേ പറ്റത്തുള്ളതാണ് എൻ്റെ അറിവ്. അപ്പോൾ അങ്ങനെ മ്യൂസിയം SA വിപിനെ വിളിച്ചു പറഞ്ഞ്, വിപിൻ സാറിനെ വിളിച്ചു പറഞ്ഞ്. അപ്പോൾ അദ്ദേഹം പിന്നെ ചെറുപ്പക്കാരാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ ഇങ്ങനെ കാര്യം പറഞ്ഞിരിക്കുന്നത്, അയ്യോ ചേട്ടാ ഇതേപോലെ ഇവിടെ നിൽക്കുകയാണ്, അമിത്ഷായുടെ പുറകിൽ ആഭ്യന്തരമന്ത്രിയുടെ എസ്കോർട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി. പക്ഷേ എന്തായാലും അപ്പോൾ നമുക്ക് ഈ വെപ്രാളം വരുമ്പോൾ അവിടെ വരെ വിളിക്കുമല്ലോ. അപ്പോൾ ഇന്നങ്ങ് ഡ്രോപ്പ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ എന്ത് വെച്ചാൽ ഞാൻ 9 മണിക്ക് അവിടെ നിന്ന് തിരിച്ചിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഏകദേശം ഇവിടെ വന്ന് അത്രയും ദൂരമാണല്ലോ. കാലാണെങ്കിൽ ബന്ധു തീറുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രത്യേക അനുഭവമാണ്. വെച്ചാൽ ഒരു പിതാവിൻ്റെ അഗ്നിപരീക്ഷകൾ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷകളൊക്കെ അവരൊക്കെ എഴുതിയ പോലെ, അല്ലെങ്കിൽ ഡിസ്കവറി ഓഫ് ഇന്ത്യയൊക്കെ എഴുതിയ പോലെ പാപിടിച്ച് ഞാനിപ്പോൾ എഴുതാൻ എൻ്റെ പിന്നെ മകളെ തേടിയുള്ള അഗ്നിപരീക്ഷകൾ. കാലെന്ന് വെച്ചാൽ നീർനാശം എന്ന് വെച്ചാൽ 9 മണിക്കൂറായിട്ട് കാലം വയ്ക്കാൻ പറ്റിയില്ല. കാര്യം ഇത് അന്വേഷിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നതോടെ ഇത് പ്രഹേളിക പോലെ അവിടെ അങ്ങോട്ട് പോകും, മറ്റേ മരീചിക പോലെയാണ്. അപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോകും. അപ്പോൾ ഇതങ്ങനെ പിടിച്ചോണ്ടങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ വെച്ച് ഇത് മതിയാക്കാം. അവരെ കണ്ടുപിടിക്കുന്നത് നടക്കത്തില്ല. അവർ എന്തെങ്കിലും എന്ത് തൊലഞ്ഞും പോട്ടെ, അവിടെങ്കിലും പോട്ടെ. ഹോം സ്റ്റേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പം എനിക്ക് അയ്യോ കാലിൻ്റെ ഉപ്പാടെന്ന് വെച്ചാൽ കാലിലൊരു വൂണ്ട് വന്നിട്ട് അത് ഹീൽ ചെയ്യണമെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കണം. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ. അപ്പോൾ ആർക്കും മനസ്സിലാക്കണ്ട. അപ്പോൾ കുറേ പേർക്ക് മനസ്സിലാകട്ടെ. ഒരച്ഛൻ മകളെ തേടി ഇങ്ങനെ മകളെയും മരുമോനെ തേടി 9 മണിക്കൂറായിട്ട് അലയുകയാണ്. അലയുമ്പോഴത്തേക്കും എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. ആരുടെ രൂപത്തിൽ അവരെ കണ്ടുപിടിക്കാൻ പറ്റുമോ? അവർ തന്ത്രശാലികളല്ലേ. അതുപോലെയാണ് ഈ യങ്സ്റ്റേഴ്സ് അല്ല അല്ലേ, പുതിയ ജനറേഷൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ തപ്പിയൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ വികൃസായിട്ട് കാലൊക്കെ ഒന്ന് മുറിവൊക്കെ വെച്ച് കെട്ടി അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എപ്പോൾ പൊക്കിയെടുത്ത് ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പാർട്ടികളുണ്ട്. അപ്പം പിന്നെ അത് വേറെ ഇഷ്യൂ എന്ന് വെച്ചാൽ പൊക്കിയെടുത്ത് അവന്മാർ അവരെ കൈകാര്യം ചെയ്യും. അപ്പം മരുമാനെ പിടിച്ച് അടി കൊടുക്കാൻ പറ്റത്തില്ല.
അത് പറ്റുമൊക്കെ ചെയ്യും. അരുതൂർഘടമല്ല, ഇനിയിപ്പോൾ ബോംബെയിൽ നമ്മൾ പൊക്കിയിട്ടുണ്ട്. ബോംബെയിൽ നിന്ന് ഞാനല്ല, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒരുത്തന്നെ പൊക്കണമെങ്കിൽ ഏത് ഇണ്ടൻകൂടി ഇരുന്നാലും നമുക്ക് മൊബൈൽ ലൊക്കേഷൻ, ടവർ ലൊക്കേഷൻ ഒന്നും വേണ്ട. പക്ഷേ അത് ഒഫീഷ്യലായിട്ട് പൊയ്ക്കോട്ടുന്ന രീതിയിലാണ് ടവർ ലൊക്കേഷൻ നോക്കി ബി സി സ്റ്റേഷൻ പറഞ്ഞിട്ട്. അപ്പോൾ നാളെ അവർ കണ്ടുപിടിക്കുമായിരിക്കും. അപ്പോൾ അവർക്ക് ആദ്യമേ പറഞ്ഞെങ്കിലും ആദ്യം പറഞ്ഞ് ഇവിടെ എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞ് കരച്ചിലൊക്കെ അവൻ പറഞ്ഞാണ് കാണണ്ടെന്ന് പറഞ്ഞു കാണും. അപ്പോൾ അവരിങ്ങനെ ഹോം സ്റ്റേയിൽ എൻജോയ് ചെയ്ത ബിയർ ഊപ്പിയൊക്കെ കാണുമായിരിക്കും, കേട്ടൊക്കെ വെച്ചിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ അതൊക്കെ ഓരോ രീതിയാണ്. നമ്മളൊക്കെ ചെയ്തിട്ടില്ലാണെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള കടുകൈകളില്ല. മാസങ്ങളോളം കല്യാണം കഴിച്ചതിനെ ശേഷം ഒതുങ്ങിയേ. അപ്പോൾ ഇത്തരത്തില കല്യാണം കഴിച്ചാലും ഒതുങ്ങുന്ന പരിപാടിയില്ല. അപ്പോൾ ഒതുങ്ങുന്ന പരിപാടിയില്ല. പൂർവാധി ശക്തിയായിട്ട് വിസ്ഫോടനാത്മകമായി മുന്നേറുമെന്നുള്ളത്. അപ്പം അസ്സലാമു അലൈക്കും, ലാൽ സലാം. എല്ലാവർക്കും നന്മ വരട്ടെ. അൽഹംദുലില്ലാഹി റഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, ശൈത്താനിർ റഹീം. ആമീൻ ആമീൻ ആമീൻ.